ഹായ് ഹലോ മുഫ്സില. ലൈഫിൽ ഒന്ന് സ്റ്റെക്കായ പോലെ തോന്നുന്നുണ്ടോ? കല്യാണം, പ്രഗ്നൻസി, കുട്ടികൾ, ഇനി ഇതിനിടയിൽ കരിയറും ഫ്യൂച്ചറും ഒന്നും എവിടെയും എത്തിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? എല്ലാം വെറും തോന്നൽ മാത്രമാണ് കേട്ടോ. വെറുതെ ഇരുന്നപ്പോൾ ഒരു കുഞ്ഞു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുമല്ല, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അൽഹംദുലില്ലാ. ഇൻഡിപെൻഡൻ്റ് ആണ്, എല്ലാമാണ്. എന്നാലും കടന്നു വന്ന വഴികൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അത് അനുഭവിച്ചവർക്ക് അല്ല, ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പഠിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വലുതായിട്ട് നല്ല ജോബ് വാങ്ങുന്നതും ഒക്കെ എന്തായാലും ഡ്രീം ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു വന്ന ആളായിരുന്നു ഞാനും. പിന്നെ ഒരു ഏജ് ആയപ്പോൾ കല്യാണം, പ്രഗ്നൻസി, ഡെലിവറി, പിന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു. കരിയറൊക്കെ സ്റ്റെക്കായപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ടോ. എങ്ങനെയാ പറയുക, പഠിച്ചിട്ട് പിന്നെ ഒന്നും ആവാൻ പറ്റാത്തതിൻ്റെ, അല്ലെങ്കിൽ വിചാരിച്ച പോലെ ഫ്യൂച്ചറും കരിയറും ഒന്നും സെറ്റാവാതെ ഇരുന്നപ്പോൾ നല്ല സങ്കടമായി. എന്തൊക്കെയോ ഒരു ഫീലായിരുന്നു. കുറേ പഠിച്ചിട്ടും കുറച്ചു കാലം ഒന്നും ചെയ്യാതെ വീട്ടിൽ വെറുതെ ഇരുന്നവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കും, എന്നാലും നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, ഹസ്ബൻഡ്സ്, പാരൻസിന്, മക്കൾക്ക് ഒക്കെ നമ്മളെ സ്വന്തം പൈസ കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, സർപ്രൈസ് കൊടുക്കുക, അങ്ങനെയൊക്കെ. അതൊക്കെ എപ്പോഴും ഒരു സങ്കടമായിരിക്കും. എൻ്റെ കാര്യത്തിൽ തന്നെ 2 പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ കരുതിയത് ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ ആവാൻ പറ്റില്ല, കരിയറും പഠിത്തവും ഒന്നും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല എന്നാണ്. പക്ഷെ എൻ്റെ മൈൻഡ് ആണെങ്കിൽ അതിനെ സമ്മതിക്കൊന്നുമില്ല. മൊത്തത്തിലൊരു ആങ്സൈറ്റി, ഡിപ്രഷൻ മൂഡൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എന്തായാലും മൈൻഡ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. രണ്ടാമത്തെ മോന് 2 വയസ്സൊക്കെ ആയ ടൈമിൽ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഒപ്പം കട്ടക്ക് സപ്പോർട്ടായിട്ട് പാരൻസും ഹസ്ബൻഡും. എന്താ പറയുക, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെ ചുറ്റുമുള്ളവരും മാറുക എന്ന് പറയൂലേ, അതുപോലെ. അങ്ങനെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അല്ലേ, അത് ഭയങ്കര ഏൺ ചെയ്യലൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും ഇത് ഭയങ്കര ഒരു ഫീലായിരുന്നു. അതെങ്ങനെയാ അറിയിക്കാന്ന് എനിക്ക് സത്യമായിട്ട് അറിയൂല. പക്ഷെ ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് ഇനി അത് നടക്കൂലേ എന്നുള്ള ഒരു ഡൗട്ടിലിരിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതിപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ, വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് മക്കൾക്കാണെങ്കിലും ഹസ്ബൻഡിനൊക്കെ ആണെങ്കിലും അതുപോലെ പാരൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളേതായിട്ടുള്ളൊരു ഏണിങ്സ് എടുത്തിട്ട് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോഴുള്ള ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും ഒക്കെ ഇങ്ങനെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുമ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സാലറി കിട്ടിയ സമയത്ത് എനിക്കിതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഒരു ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാനോ അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടാണ് ചെയ്ത് അതൊന്നുമല്ല. മദേഴ്സ് ആയിട്ടുള്ളവർക്ക് സ്വപ്നമൊക്കെ നഷ്ടമായി എന്നൊന്നും വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മക്കളുണ്ടായെന്ന് വിചാരിച്ചിട്ട് അത് നമ്മളൊരു ലിമിറ്റിംഗ് അല്ല, അവരുടെ കൂടെ തന്നെ നമുക്കും വളരാൻ കഴിയുമെന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താങ്ക് യു.